ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് പുതിയ ചാപ്റ്ററാണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു. ഇത് നമ്മൾ പുതിയ ചാപ്റ്ററാണ്. ഈ പാർട്ട്ണറിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും ലയബിലിറ്റീസും ആണ് ഈ ചാപ്റ്ററിൽ പറയണത്. യൂണിറ്റ് 13 റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ്. നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാം. എ പാർട്ട്ണർഷിപ്പ് ഈസ് ഫോംഡ് ബൈ ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more persons called partners. പാർട്ട്ണർ എന്ന് പറയുന്നത് രണ്ടോ രണ്ടിലധികമോ ആളുകൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്ത് പാർട്ട്ണർഷിപ്പ്. ദ റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് ആർ യൂഷ്വലി ഡിറ്റർമൈൻഡ് ബൈ ദ ടേംസ് സ്പെസിഫൈഡ് ഇൻ ദ എഗ്രിമെന്റ്. എഗ്രിമെന്റിൽ ഒരു തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാകും നമ്മൾ പറഞ്ഞു. ആ എഗ്രിമെന്റിൽ പറയണ റൈറ്റ്സും ഡ്യൂട്ടീസിനും അനുസരിച്ചാണ് പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുക, പെർഫോം ചെയ്യുക. പിന്നെ ബട്ട് ദ എഗ്രിമെന്റ് മേ നോട്ട് പ്രൊവൈഡ് ഫോർ ഓൾ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ്. ചിലപ്പോൾ ഈ എഗ്രിമെന്റിൽ പറയുന്ന എല്ലാവിധ ഡ്യൂട്ടിയും അതേപോലെ റൈറ്റ്സ് ഒന്നും പാർട്ട്നേഴ്സിന് നൽകണമെന്നില്ല, പ്രൊവൈഡ് ചെയ്യണമെന്നില്ല. ഇൻ സച്ച് എ സിറ്റുവേഷൻ ദ പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് ബിക്കം ഓട്ടോമാറ്റിക്കലി അപ്ലിക്കബിൾ. അതായത് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് എല്ലാതും പ്രൊവൈഡ് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവിടെ അപ്ലിക്കബിൾ ആവുന്നത് എന്താണ്? പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് ആ കേസിൽ അവിടെ അപ്ലിക്കബിൾ ആവുക. ഇനി നെക്സ്റ്റ് പറയണതാണ് മ്യൂച്വൽ റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ്. ഇറ്റ് ഈസ് ജനറലി ബിലീവ്ഡ് ദാറ്റ് സിൻസ് പാർട്ട്ണർഷിപ്പ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് by an agreement, the mutual rights and duties of partners will be determined only by the provision made in the agreement. നമ്മളിവിടെ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ റൈറ്റ്സും ഡ്യൂട്ടീസും ഒന്നും എഗ്രിമെന്റ് പ്രകാരം നടന്നിട്ടില്ലെങ്കിൽ അത് പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആണ് എന്ത് ചെയ്യുക, ആ എഗ്രിമെന്റും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യണത്, അപ്ലിക്കബിൾ ചെയ്യണത്. But this is not true position. The partnership agreement may not specifically provide all the rights and duties of partners. നമ്മൾ ഈ സെയിം പറഞ്ഞത് തന്നെയാണ് വീണ്ടും അതിൽ പറയണത്. അതായത് ഇറ്റ് ഈസ് ജനറലി ദാറ്റ് സിൻസ് പാർട്ട്ണർഷിപ്പ് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ബൈ ആൻ എഗ്രിമെന്റ്, ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് വിൽ ബി ഡിറ്റർമൈൻ ഓൺലി ദ പ്രൊവിഷൻ മെയ്ഡ് ഇൻ ദ എഗ്രിമെന്റ്. എഗ്രിമെന്റ് പ്രകാരം പറഞ്ഞിട്ടുള്ള റൈറ്റ്സും ഡ്യൂട്ടീസും മാത്രമാണ് ആർക്ക് കിട്ടുക, പാർട്ട്നേഴ്സിന് കിട്ടുക. പക്ഷെ ഇതെല്ലാ കേസിലും ഇതെന്തല്ല, ദിസ് ഈസ് നോട്ട് ട്രൂ പൊസിഷൻ, ചിലപ്പോൾ ഇത് കറക്റ്റ് ആണെന്നില്ല. അങ്ങനെയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിൽ may not specifically provide all the rights and duties of partners. ഈ പാർട്ട്നേഴ്സ് എഗ്രിമെന്റ് പ്രകാരം പറയുന്ന എല്ലാ റൈറ്റ്സും ഡ്യൂട്ടീസും ആർക്ക് കിട്ടണമെന്നില്ല, പാർട്ട്നേഴ്സിന് കിട്ടണമെന്നില്ല. ആ കേസിൽ നമ്മൾ പറഞ്ഞു പ്രൊവിഷൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ആക്ട് ആണ് അപ്ലിക്കബിൾ ആവുക. ഈ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ് എന്ത് മ്യൂച്വൽ റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഹെഡിന്റെ അടിയിലും പറയണത്. The mutual rights and duties of partners are governed by the partnership agreement as well as the partnership act. പാർട്ട്നേഴ്സിന്റെ റൂൾസ്, ഡ്യൂട്ടീസും റൈറ്റ്സും ഒക്കെ ഗവേൺ ചെയ്യണത് ആരാണ്? പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ആസ് വെൽ ആസ് പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇത് രണ്ടാണ് ഗവേൺ ചെയ്യണത്. ദ മ്യൂച്വൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് ആർ ഗവേൺ ബൈ ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ആസ് വെൽ ആസ് ദ പാർട്ട്ണർഷിപ്പ് ആക്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് റൈറ്റ്സ് ഓഫ് പാർട്ട്നേഴ്സ്, പാർട്ട്ണർമാരുടെ അവകാശങ്ങളെ കുറിച്ചാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യണത്. നമുക്ക് ഓരോ 1 by 1 ആയിട്ട് പറയാം. റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന പ്രവർത്തികളിൽ പാർട്ടാവാനുള്ള അവകാശം ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. അതായത് ഈച്ച് പാർട്ട്ണർ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കണ്ടക്ട് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. അതായത് ഫേമിലെ ബിസിനസ്സിൽ ആർക്ക്? പാർട്ട്ണർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മാനേജ്മെന്റിലും അതേപോലെ മറ്റു പ്രവർത്തനങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. അതാണ് ഫസ്റ്റത്തെ റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. അടുത്ത റൈറ്റ് ടു ബി കൺസൾട്ടഡ്. ഈച്ച് പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ ആൻഡ് ബി ഹിയർഡ് ഇൻ ഓൾ മാറ്റേഴ്സ് അഫക്റ്റിംഗ് ദ ബിസിനസ് ഓഫ് ദ ഫേം. അതായത് ആൾക്കാരുടെ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നാണ് പറയണത്. ആ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും അയാൾക്ക് ഓരോ അറിവുകൾ നൽകാനും അതേപോലെ തന്നെ അയാൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കാനുള്ള അവകാശം ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. അതാണ് റൈറ്റ് ടു ബി കൺസൾട്ടഡ് എന്ന് പറഞ്ഞാൽ ഈച്ച് പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു എക്സ്പ്രസ് ഹിസ് ഒപ്പീനിയൻ. അയാൾ ഒപ്പീനിയൻ എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ആൾക്കുണ്ട്. ആൻഡ് ബി ഹിയർഡ് ഓൾ മാറ്റേഴ്സ് അഫക്ട് ദ ബിസിനസ് ഓഫ് ദ ഫേം. ഫേമിനെ അഫക്റ്റ് ചെയ്യണ എല്ലാ ഇടപാടുകളിലും ആൾക്ക് ഇടപെടാനുള്ള റൈറ്റ്സ് ആൾക്കുണ്ട്. റൈറ്റ് ടു ഹാവ് ആക്സസ് ടു ബുക്സ്. ഈച്ച് പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് കോപ്പി എനി ഓഫ് ദ ബുക്സ് ഓഫ് ദ ഫേം. അടുത്ത റൈറ്റ് എന്താ പറയണത്? അവിടെയുള്ള ബുക്കുകളും റെക്കോർഡ്സും അക്കൗണ്ട്സും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് പാർട്ട്ണർക്ക് ഉണ്ടെന്നാണ് പറയണത്. ഇൻസ്പെക്ട് ചെയ്യാനും അത് കോപ്പി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലി. ഈച്ച് പാർട്ട്ണർ വിൽ ഷെയർ ദ പ്രോഫിറ്റ്സ് ഓഫ് ദ ഫേം ഓഫ് ദ ബിസിനസ് ഈക്വലി. പ്രോഫിറ്റ്സ് ഈക്വലായിട്ട് ചെയ്യാനുള്ള ഈക്വലായിട്ട്
പ്രോഫിറ്റ്സിൻ്റെ ഷെയർ ഈക്വലായിട്ട് കൊടുക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. എല്ലാ പാർട്ട്ണർക്കും ഈക്വലായിട്ട് അവരുടെ എഗ്രിമെൻറ്റിൽ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച്. അടുത്തത് റൈറ്റ് ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നോർമലി നോ ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഓൺ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ബൈ ദ പാർട്ട്നേഴ്സ്. സാധാരണ പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മേലിൽ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ എന്തില്ല അലോ ചെയ്യൂല. ഇഫ് ദർ ആർ ലോസസ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിൽ നോട്ട് ബി അലൗഡ്. ലോസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് അല്ല. അടുത്ത റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്. ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസിനുള്ള അവകാശം ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. എന്താ നോക്കാം. ഇഫ് പാർട്ട്ണർ ഹാസ് അഡ്വാൻസ്ഡ് സം എമൗണ്ട് ആസ് ലോൺ ടു ദ ഫേം he will be entitled to interest at a rate agreed upon and when no rate is decided at 6% per annum. പാർട്ട്ണർ ഫേമിന് കുറച്ച് ലോൺ ആയിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തു. പക്ഷെ അയാൾ എന്ത് പറഞ്ഞിട്ടില്ല? ഇൻട്രസ്റ്റ് ഓൺ റേറ്റ് ചിലപ്പോൾ അയാൾ എഗ്രി ചെയ്തിട്ടുണ്ടാവും. ഞാൻ എഗ്രി ചെയ്യാത്ത സാഹചര്യത്തിൽ നോ റേറ്റ് ഈസ് ഡിസൈഡ് ആണെങ്കിൽ അവിടെ 6% പെർ ആനാണ് ആൾക്ക് ഇൻട്രസ്റ്റ് കിട്ടാനുള്ളത്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് പറഞ്ഞാൽ? ഫേമിന് അയാൾ ലോണായിട്ട് ഒരു പാർട്ട്ണർ ലോണായിട്ട് കുറച്ച് എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേഴ്സൺ ഇൻട്രസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ 6% പെർ ആനാണെന്ത് അഡ്വാൻസ് എമൗണ്ട് ആയിട്ട് കൊടുക്കണം. അതാണ് റൈറ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്. അഡ്വാൻസ് എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടാനുള്ള റൈറ്റ് ആൾക്കുണ്ട്. അടുത്ത റൈറ്റ് ടു ബി ഇൻഡംനിഫൈ, അതായത് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള റൈറ്റ്സ് ആൾക്കുണ്ട്. എ പാർട്ട്ണർ ഹാസ് ടു ബി ഇൻഡംനിഫൈഡ് ബൈ ദ ഫേം ഇൻ റെസ്പെക്ട് ഓഫ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലയബിലിറ്റീസ് ഇൻകേർഡ് ബൈ ഹിം ഇൻ ദ ഓർഡിനറി ആൻഡ് പ്രോപ്പർ കണ്ടക്ട് ഓഫ് ബിസിനസ്. അയാളെ ബിസിനസ്സിൽ നല്ല രീതിയിലാണ് പെർഫോം ചെയ്യണത്, എല്ലാ കാര്യങ്ങളും അയാൾ ഇടപെടുന്നുണ്ട്, എന്നിട്ട് അതിൽ അയാൾക്ക് വന്ന എക്സ്പെൻസും ലയബിലിറ്റീസും ഒക്കെ അത് വീട്ടാനുള്ള ഇതാർക്കുണ്ട്? റൈറ്റ്സ് കമ്പനിക്കുണ്ട്. മറ്റു പാർട്ട്നേഴ്സ് എന്ത് ചെയ്യണം? ആൾ എക്സ്പെൻസും ലയബിലിറ്റീസും ഒക്കെ ആൾക്ക് വന്ന നഷ്ടപരിഹാരം ഈ കമ്പനി വേണം എന്ത് നികത്തി കൊടുക്കാൻ. കാരണം ആൾ നല്ല രീതിയിലാണ് ബിസിനസ്സിൽ പ്രവർത്തിക്കുന്നത്. അതിലൂടെ ആൾക്ക് വന്നിട്ടുള്ള നഷ്ടപരിഹാരങ്ങൾ കമ്പനി എന്ത് ചെയ്യണം? ശരിയാക്കി കൊടുക്കണം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ്, അതായത് പാർട്ട്ണർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള റൈറ്റ് ഉണ്ട്. അടുത്തതാണ് റൈറ്റ് ടു യൂസ് പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി. പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ റൈറ്റ് ഇൻ എമർജൻസി. ആസ് എ പാർട്ട്ണർ ഹാസ് ദ റൈറ്റ് ഇൻ ആൻ എമർജൻസി ടു ഡു ആക്ട്സ് ഫോർ പ്രൊട്ടക്ടിങ് ദ ഫേം ഫ്രം ലോസ്. നഷ്ടത്തിൽ നിന്നും കമ്പനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ അയാൾ എടുക്കുകയാണെങ്കിൽ എമർജൻസിയിൽ എന്തെങ്കിലും ആക്ഷൻ എടുക്കാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. റൈറ്റ് ടു സ്റ്റോപ്പ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. നോ ന്യൂ പാർട്ട്ണർ ക്യാൻ ബി അഡ്മിറ്റഡ് വിത്തൗട്ട് ദ കൺസെൻറ്റ് ഓഫ് ഓൾ ദി അതർ പാർട്ട്നേഴ്സ്. മറ്റ് പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ പുതിയൊരു പാർട്ട്ണറിനെ എടുക്കാൻ എന്തില്ല? കഴിയില്ല, സ്റ്റോപ്പ് ചെയ്യാണ്. റൈറ്റ് ടു സ്റ്റോപ്പ് അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ. പുതിയ പാർട്ട്ണറെ മറ്റു പാർട്ട്ണറുടെ കൺസെൻറ്റ് ഇല്ലാതെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അതിനുള്ള അവകാശം ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. റൈറ്റ് ടു റിട്ടയർ ആസ് പെർ പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഓർ വിത്ത് ദ കൺസെൻറ്റ് ഓഫ് അതർ പാർട്ട്നേഴ്സ് ഓർ പാർട്ട്ണർഷിപ്പ് അറ്റ് വിൽ ബൈ ഗിവിംഗ് നോട്ടീസ് ഓഫ് ഹിസ് ഇൻറ്റൻഷൻ ടു റിട്ടയർ. അതായത് റിട്ടയർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. എങ്ങനെയൊക്കെ? ഒന്നല്ലെങ്കിൽ എഗ്രിമെൻറ്റ് പ്രകാരം, അല്ലെങ്കിൽ മറ്റുള്ള പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് പ്രകാരം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അറ്റ് വില്ല് നോട്ടീസ് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? കമ്പനിയിൽ നിന്നും റിട്ടയർ ചെയ്യാം, ബിസിനസ്സിൽ നിന്നും റിട്ടയർ ചെയ്യാം. അടുത്തതാണ് റൈറ്റ് നോട്ട് ടു ബി എക്സ്പെൽഡ്, അതായത് പുറത്താക്കാതിരിക്കാനുള്ള റൈറ്റ്സ് ആർക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. മറ്റ് മെജോറിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആൾക്കെതിരെ പറയുകയാണെങ്കിലും അയാൾ കമ്പനിയിൽ നല്ല പെർഫോം ചെയ്യുന്ന ആളാണെങ്കിൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളാണെങ്കിൽ അയാളെ കമ്പനിയിൽ നിന്നും പുറത്താക്കാതിരിക്കാനുള്ള റൈറ്റ്സ് ആൾക്കുണ്ട്. റൈറ്റ് ടു ഡു കോമ്പീറ്റിംഗ് ബിസിനസ് ചെയ്യാനുള്ള റൈറ്റ്സ് ആൾക്കുണ്ട്. റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആഫ്റ്റർ റിട്ടയർമെൻറ്റിന് ശേഷം കമ്പനിയിൽ പാർട്ട്ണർഷിപ്പിൽ ആൾക്കുള്ള റൈറ്റ്സ്, ആൾക്കുള്ള ഷെയർ കിട്ടാനുള്ള, പ്രോഫിറ്റ്സിൻ്റെ ഷെയർ കിട്ടാനുള്ള റൈറ്റ്സ് ആൾക്കുണ്ട്? പാർട്ട്ണർക്കുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പാർട്ട്നേഴ്സിൻ്റെ റൈറ്റ്സ് ആണ്. നമ്മൾ ടോട്ടൽ 14 റൈറ്റ്സ് പറഞ്ഞു. എന്തൊക്കെയാണത്? റൈറ്റ് ടു ടേക്ക് പാർട്ട് കണ്ടക്ടിങ് ദ ബിസിനസ്സിൻ്റെ പെർഫോമൻസിൽ ഇൻവോൾവ് ആയുള്ള റൈറ്റ്സ് ഉണ്ട്. അതേപോലെ റൈറ്റ് ടു ബി കൺസൾട്ടഡ്, നമ്മൾ കാര്യങ്ങൾ പറയണ കേൾക്കാനും നമുക്ക് ഓരോന്നിലും ഇടപെടാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതേപോലെ റൈറ്റ് ടു ഹാവ് ആക്സസ് ബുക്സ്, അവിടുത്തെ അക്കൗണ്ട്സും ബുക്സും ഒക്കെ ചെക്ക് ചെയ്യാനും അത് കോപ്പി ചെയ്യാനുള്ള റൈറ്റ്സ് പാർട്ട്ണർക്കുണ്ട്. റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഈക്വലായിട്ട് ഷെയർ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. റൈറ്റ് ടു ക്ലെയിം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേ റൈറ്റ് ടു
ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ്, റൈറ്റ് ടു ബി ഇൻഡംനിഫൈഡ്, നഷ്ടപരിഹാരം ലഭിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്, റൈറ്റ് ടു യൂസ് പാർട്ട്ണർഷിപ്പ് പ്രോപ്പർട്ടി, അതേപോലെ റൈറ്റ് ഇൻ എമർജൻസി, റൈറ്റ് ടു സ്റ്റോപ്പ് ദ അഡ്മിഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ, റൈറ്റ് ടു റിട്ടയർ, റൈറ്റ് നോട്ട് ടു ബി എക്സ്പെൽഡ്, റൈറ്റ് ടു കോമ്പീറ്റിംഗ് ബിസിനസ്, റൈറ്റ് ടു ഷെയർ പ്രോഫിറ്റ്സ് ആഫ്റ്റർ റിട്ടയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് ആണ്. ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് മാൻഡേറ്ററി ഡ്യൂട്ടീസും പിന്നെ ഒന്ന് ഡ്യൂട്ടീസ് സബ്ജക്റ്റ് ടു എഗ്രിമെൻറ്റ് ബൈ പാർട്ട്നേഴ്സ്. ആദ്യം നമുക്ക് മാൻഡേറ്ററി ഡ്യൂട്ടീസ് എന്താണെന്ന് നോക്കാം. മാൻഡേറ്ററി ഡ്യൂട്ടീസ്: പാർട്ട്ണർഷിപ്പ് ഈസ് ബേസ്ഡ് ഓൺ മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ്. പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ട്രസ്റ്റിനെയും കോൺഫിഡൻസും ആണ് എന്ത്, പരസ്പര വിശ്വാസം ആത്മവിശ്വാസം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് എന്ത്, ബേസ് ചെയ്തിട്ടാണ് പാർട്ട്ണർഷിപ്പ് ഉള്ളത്. ഈച്ച് പാർട്ട്ണർ മസ്റ്റ് ആക്ട് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ക്യാരി ഓൺ ദി ബിസിനസ് ഓഫ് ദ ഫേം ഫോർ മ്യൂച്വൽ ബെനിഫിറ്റ് ആൻഡ് നോട്ട് ഫോർ ദ പേഴ്സണൽ ബെനിഫിറ്റ്. ഓരോ പാർട്ട്ണറും ബിസിനസ്സിൽ എങ്ങനെ ആക്ട് ചെയ്യേണ്ടത്, സ്വന്തം നേട്ടത്തിനായിട്ടല്ലാതെ കമ്പനിയുടെ ബിസിനസ്സിന്റെ നേട്ടത്തിനായിട്ടാണ് പെർഫോം ചെയ്യേണ്ടത് ഓരോ പാർട്ട്ണറും. സെക്ഷൻ 9 ഹാസ് ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് ഓൾ പാർട്ട്നേഴ്സ് ആർ ബൗണ്ട്. സെക്ഷൻ 9 വ്യക്തമായി പറയുന്നുണ്ട് എല്ലാ പാർട്ട്നേഴ്സും ബൗണ്ട് ആണ്. എന്നിട്ട് അതിൽ പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ് നെക്സ്റ്റ് പറയണത്. ടു ക്യാരി ഓൺ ദി ബിസിനസ് ഓഫ് ദ ഫേം ടു ദ ഗ്രേറ്റസ്റ്റ് കോമൺ അഡ്വാൻറ്റേജ്. പൊതു നേട്ടത്തിനായിട്ട് ബിസിനസ്സിനെ ക്യാരി ചെയ്യുക. ടു ബി ജസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ഈച്ച് അതർ. പരസ്പര വിശ്വാസത്തിൽ നിൽക്കുക. അതേപോലെ ടു റെൻഡർ ട്രൂ അക്കൗണ്ട്സ് ആൻഡ് ഫുൾ ഇൻഫോർമേഷൻ ഓഫ് ഓൾ തിങ്സ് അഫക്റ്റിംഗ് ദ ഫേം ടു എനി പാർട്ട്ണർ ഓർ ഹിസ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. അതായത് സ്ഥാപനത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപോലെ അതിൻ്റെ അക്കൗണ്ടുകളൊക്കെ പാർട്ട്ണറോ അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവോ റെൻഡർ ചെയ്യാം. നെക്സ്റ്റ് ആണ് ഡ്യൂട്ടീസ് സബ്ജക്റ്റ് ടു എഗ്രിമെൻറ്റ് ബൈ പാർട്ട്നേഴ്സ്. അടുത്ത ഡ്യൂട്ടീസ് ഓഫ് പാർട്ട്നേഴ്സ് നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു പറഞ്ഞു. രണ്ടാമത്താണ് ഡ്യൂട്ടി സബ്ജക്റ്റ് ടു എഗ്രിമെൻറ്റ് ബൈ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടീസാണ് പറയുന്നത്. ടു അറ്റൻഡ് ഡിലിജൻ്റ്ലി ടു ഹിസ് ഡ്യൂട്ടീസ് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ് നടത്തിപ്പിൽ തൻ്റെ ഡ്യൂട്ടീസ് നന്നായി ശ്രദ്ധാപൂർവ്വം എന്ത് ചെയ്യുക, നിർവഹിക്കുക. രണ്ടാമത്തെ ടു പെർഫോം പാർട്ട്നേഴ്സ് ഡ്യൂട്ടി വിത്തൗട്ട് റിസീവിങ് എനി റെമ്യൂണറേഷൻ ഫോർ ടേക്കിംഗ് പാർട്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ് നടത്തിപ്പിൽ റെമ്യൂണറേഷൻ ഒന്നും വാങ്ങാതെ തന്നെ ബിസിനസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക. ടു കോൺട്രിബ്യൂട്ട് ഈക്വൽ ടു ദ ലോസസ് സസ്റ്റൈൻഡ് ബൈ ദ ഫേമിനുള്ള ലോസ് എല്ലാവരും ഈക്വൽ, എല്ലാ പാർട്ട്നേഴ്സും ഈക്വൽ ആയിട്ട് വേണം ഇതാക്കാൻ, കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. ടു ഇൻഡംനിഫൈ ദ ഫേം ഫോർ എനി ലോസസ് സഫേർഡ് ബൈ ദ ഫേം ഡ്യൂ ടു വിൽഫുൾ നെഗ്ലക്ട് ഇൻ ദ കണ്ടക്ട് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. അതായത് ഏതെങ്കിലും പാർട്ട്ണർ സ്വയം ആ ഫേമിൽ എന്തെങ്കിലും കാരണം ഫേമിന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ, സ്വയം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൽ ഫേമിന് നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം അയാൾ തന്നെ എന്ത് ചെയ്യണം, നികത്തണം. To ensure that the property of the firm is held and used by partners exclusively for the business of the firm. അതായത് ബിസിനസ്സിൽ ഉണ്ടാവുന്ന പ്രോപ്പർട്ടി അത് പാർട്ട്ണർ യൂസ് ചെയ്യുന്നത് ബിസിനസ് ആവശ്യത്തിന് മാത്രമല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. To account for and to pay to the firm any private profits derived by the partner from any transactions of the firm or from the use of property or business connections of the firm. സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് സ്ഥാപനത്തിൻ്റെ ഏതെങ്കിലും ഇടപാടുകളിൽ നിന്ന് ഫേമിന് പങ്കാളിക്ക് ലഭിക്കുന്ന സ്വകാര്യ ലാഭം അത് കമ്പനിക്ക് ആ സ്വകാര്യ പ്രൈവറ്റ് പ്രോഫിറ്റ് അത് കമ്പനിക്ക് നൽകുകയും വേണം. അടുത്താണ് ടു ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ദ ഫേം ഫോർ ദ പർപ്പസ് ഓഫ് ദ ബിസിനസ് ഓഫ് ദ ഫേം. ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ഫേമിന്റെ ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യണം ഒരു പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണറിന്റെ ഡ്യൂട്ടീസ് നമ്മൾ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തു. മാൻഡേറ്ററി ഡ്യൂട്ടീസും ഡ്യൂട്ടി സബ്ജക്റ്റ് ടു എഗ്രിമെന്റ് ഓഫ് ദി പാർട്ട്നേഴ്സും. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് പറയാണ്. പ്രോപ്പർട്ടി ഓഫ് ദി ഫേം. ഫേമിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള ഡീലിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം. The partners by an agreement are free to determine as what shall to be property of the firm and what shall be treated as separate property of one or more of the partners. ഒന്നിലധികമോ ഉള്ള പാർട്ട്നേഴ്സ് അവർക്ക് തീരുമാനിക്കാം അവരുടെ ഏത് പ്രോപ്പർട്ടിയാണ് ബിസിനസ്സിനായിട്ട് വെക്കേണ്ടത്, ഏത് പ്രോപ്പർട്ടിയാണ് പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. According to section 14, the property of the firm includes. സെക്ഷൻ 14 പ്രകാരം പ്രോപ്പർട്ടി ഓഫ് ദി ഫേം എന്ന് പറയുന്നത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്?
all properties, rights and interest originally brought to the stock of the firm. അതായത് ഫേം തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള പ്രോപ്പർട്ടീസും റൈറ്റ്സും ഇൻട്രസ്റ്റും ആണ്. ദ പ്രോപ്പർട്ടി അക്വേർഡ് ബൈ റൈറ്റ്സ് ഇൻട്രസ്റ്റ്, അതായത് കമ്പനി തുടങ്ങുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള റൈറ്റ്സും ഇൻട്രസ്റ്റും ആയിട്ടുള്ള പ്രോപ്പർട്ടി. പിന്നെ രണ്ടാമത് പറയുന്നത് ദ പ്രോപ്പർട്ടി അക്വേർഡ് ബൈ പർച്ചേസ് ഓർ അതർവൈസ് ബൈ ഓർ ഫോർ ദ ഫേം. ഫേം പർച്ചേസ് ചെയ്ത പ്രോപ്പർട്ടി, ദ പ്രോപ്പർട്ടി അക്വേർഡ് വിത്ത് മണി ബിലോങ്ങിങ് ടു ദ ഫേം. അതായത് ഫേമിന്റെ കൈവശം ഉണ്ടായിരുന്ന പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള പ്രോപ്പർട്ടി. നെക്സ്റ്റ് ദ ഗുഡ് വിൽ ഓഫ് ദി ബിസിനസ് ഓഫ് ദി ഫേം. ഫേമിന്റെ ബിസിനസിന്റെ ഗുഡ് വില്ല്. ഈ 4 സെക്ഷൻ 14 പ്രോപ്പർട്ടി ഓഫ് ദി ഫേമിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അടുത്തതാണ് ഇഫ് പാർട്ട്നേഴ്സ് പ്രോപ്പർട്ടി ഈസ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ് ഓഫ് ദി ഫേം ഇറ്റ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി ബിക്കം ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫേം. അതായത് പാർട്ട്നേഴ്സിന്റെ പ്രോപ്പർട്ടി ബിസിനസ്സിന് വേണ്ടി എടുത്തു വെച്ചിട്ട് അത് ബിസിനസ്സിന്റെ പ്രോപ്പർട്ടി ആയിട്ട് മാറില്ല. ഇറ്റ് ക്യാൻ ഓൺലി ബിക്കം ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫേം ഇഫ് ദ പാർട്ട്നർ ഷോ ആൻ ഇന്റൻഷൻ ടു മേക്ക് ഇറ്റ് സോ. അതായത് പാർട്ട്ണർ അയാളുടെ പ്രോപ്പർട്ടി ബിസിനസ്സിന്റെ ആണ് എന്നുള്ളൊരു താല്പര്യം കാണിക്കുമ്പോൾ മാത്രമേ ആ പ്രോപ്പർട്ടി ബിസിനസ്സിന്റെ ആവുള്ളൂ. ഇല്ലെങ്കിൽ അത് അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് മാത്രമാണ് ട്രീറ്റ് ചെയ്യുക. ഇതാണ് പ്രോപ്പർട്ടി ഓഫ് ദി ഫേമിനെ കുറിച്ചിട്ട് പറഞ്ഞത്. ഓക്കെ, അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് റിലേഷൻ ഓഫ് പാർട്ട്നേഴ്സ് വിത്ത് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുമായിട്ട് പാർട്ട്നേഴ്സിനുള്ള റിലേഷൻ എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണത്. സെക്ഷൻ 18 clearly states that from the point of view of third parties, a partner is an agent of the firm for the purpose of business of the firm. തേർഡ് പാർട്ടിയുടെ സെക്ഷൻ 18 പ്രകാരം തേർഡ് പാർട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഒരു പാർട്ട്ണർ എന്ന് പറയണത് ബിസിനസ് ഫേമിന്റെ ബിസിനസ് നടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏജന്റ് ആണ് ഒരു പാർട്ട്ണർ എന്ന് പറയണത്. ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ. പാർട്ട്ണറുടെ ഇംപ്ലോയ്ഡ് അതോറിറ്റി. 2 തരത്തിലുള്ള അതോറിറ്റി ഉള്ളത്. ഒന്ന് ഇംപ്ലോയ്ഡ് അതോറിറ്റി, ഒന്ന് എക്സ്പ്രസ് അതോറിറ്റി. രണ്ടും എന്താ നമുക്ക് നോക്കാം. ദ അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ മീൻസ് ഹിസ് അതോറിറ്റി ടു ബൈൻഡ് ദ ഫേം ബൈ ഹിസ് ആക്ട്സ്. ഒരു പാർട്ട്ണറിന്റെ അതോറിറ്റി എന്ന് പറയുന്നത് അയാളെ പ്രവൃത്തി മൂലം കമ്പനിയുടെ അല്ലെങ്കിൽ ഫേമിനെ ബന്ധിപ്പിക്കുന്നതാണ്. ദിസ് അതോറിറ്റി മേ ബി എക്സ്പ്രസ് ഓർ ഇംപ്ലോയ്ഡ്. അതോറിറ്റി എക്സ്പ്രസും ഉണ്ട്, അതേപോലെ ഇംപ്ലോയ്ഡും ഉണ്ട്. ദ അതോറിറ്റി കൺഫേർഡ് ഓൺ എ പാർട്ട്ണർ ബൈ മ്യൂച്വൽ എഗ്രിമെന്റ് ഈസ് കാൾഡ് എക്സ്പ്രസ് അതോറിറ്റി. എക്സ്പ്രസ് അതോറിറ്റി എന്ന് പറയുന്നത് എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുള്ള ഒരു അതോറിറ്റിയാണ്. ബട്ട് വേർ ദർ ഈസ് നോ എഗ്രിമെന്റ് ഓർ വേർ ദ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഈസ് സൈലന്റ്, അഥവാ അവിടെ ഒരു എഗ്രിമെന്റും ഇല്ല, നോ എഗ്രിമെന്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈലന്റും ആണെങ്കിൽ the partner act of a partner which is done to carry in the usual way of business of the kind carried on by his acts. അയാൾ നടത്തുന്ന പ്രവൃത്തി ബിസിനസ് യൂഷ്വൽ വേയിൽ സാധാരണ രീതിയിൽ നടത്തുന്ന പ്രവൃത്തി അയാൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾ പറയണതാണ് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ. അത് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ എന്ന് പറയും. ഇനി എന്തൊക്കെ കണ്ടീഷൻസ് ആണ് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണറിന്റെ നോക്കാം. The act done by the partners must relate to the normal business of the firm. ഈ പാർട്ട്ണർ ചെയ്യുന്ന പ്രവൃത്തി അത് ബിസിനസിന്റെ പ്രവൃത്തിയുമായിട്ട് മാച്ച് ആയിട്ടുള്ളതായിരിക്കണം. അതായത് ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന ആള് കുറച്ച് സാധനങ്ങൾ ഗാർമെന്റ്സ് ഓർഡർ, ആൻഡ് എക്സ്പോർട്ടർ ഓഫ് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് പ്ലേസ് ആൻ ഓർഡർ ഫോർ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് ലിക്വർ. അതായത് റെഡിമെയ്ഡ് ഗാർമെന്റ്സ് നടത്തുന്ന ആള് ലിക്വർ ഓർഡർ ചെയ്യുക, കമ്പനിന്റെ പേരിൽ ലിക്വർ ഓർഡർ ചെയ്യുക. അതെന്ന് പറയുന്നത് എന്താണ്? അത് നോട്ട് ഫാൾ അണ്ടർ ദ സ്കോപ്പ് ഓഫ് ഇംപ്ലോയ്ഡ് അതോറിറ്റി. അത് ഇംപ്ലോയ്ഡ് അതോറിറ്റി അല്ല. കാരണം എന്താണ്? അവർ ഓർഡർ ചെയ്തത് എന്താണ്? റീറ്റെയിൽ ഗാർമെന്റ്സ് നടത്തുന്ന ആൾക്കാർ ലിക്വറാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എന്തുമായി റിലേറ്റ് ചെയ്തതല്ല, കമ്പനീന്റെ ബിസിനസ്സുമായിട്ട് നോർമൽ ബിസിനസ് ഓഫ് ദി ഫേമുമായിട്ട് റിലേറ്റ് ചെയ്തതല്ല. റിലേറ്റ് ചെയ്തതാണെങ്കിലാണ് ഈ ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ ആയി മാറുള്ളൂ. അടുത്തതാണ് ദ ആക്ട് മസ്റ്റ് ഹാവ് ബീൻ ഡൺ ഇൻ ദ യൂഷ്വൽ വേ ഓഫ് ക്യാരിങ് ഓൺ ദ ഫേംസ് ബിസിനസ്. സാധാരണ ബിസിനസ് നടത്തുന്ന രീതിയിലാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ അത് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ ആണ്. അതായത് എക്സും വൈയും പാർട്ട്നേഴ്സ് ആണ്. അവിടെ സെഡിന്റെ അടുത്ത് ഗുഡ്സ് കടത്തിന് വാങ്ങി. എക്സ് റിസീവ് ദ എമൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം. എക്സ് എന്ത് ചെയ്തു? ഫേമിന് പകരം നിന്നിട്ട് ആ എമൗണ്ട് വാങ്ങി. പക്ഷെ ഈ കാര്യം വൈക്ക് അറിയില്ലായിരുന്നു. ഇതില് എക്സിന് ആൻസ് ദ ഫേം കാനോട്ട് ക്ലെയിം ദ എമൗണ്ട് ഫ്രം സെഡിന്റെ അടുത്ത് നിന്ന് ഫേമിന് എമൗണ്ട് ക്ലെയിം ചെയ്യാൻ കഴിയില്ല. കാരണം ആ എമൗണ്ട് ആരാ വാങ്ങിയത്? എക്സ് വാങ്ങിക്കഴിഞ്ഞു. ഇനി അടുത്തത് പറയണതാണ് ദ ആക്ട് മസ്റ്റ് ബി ഡൺ ഇൻ ദ ഫേംസ് നെയിം ഓർ ഷുഡ് ഇൻ സം മാനർ ഇംപ്ലേ ഓൺ ഇന്റൻഷൻ ടു ബൈൻഡ് ദ ഫേം. ഈ ആക്ട് നടക്കുന്നത് ഫേമിന്റെ നെയിമിലായിരിക്കണം, പ്രവൃത്തി ഫേമിന്റെ പേരിലായിരിക്കണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ സ്ഥാപനത്തിനെ
എന്താ ബന്ധിപ്പിക്കുന്ന ഉദ്ദേശത്തിൽ ആയിരിക്കണം എന്ത് ഈ പ്രവൃത്തി നടക്കുന്നത്. 3 കണ്ടീഷൻസാ പറഞ്ഞത്. ഒന്ന്, ആക്ട് ഡൺ ബൈ പാർട്ണർ മസ്റ്റ് റിലേറ്റ് ടു ദ നോർമൽ ബിസിനസ് ഓഫ് ദി ഫേം. സാധാരണ ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രവൃത്തി ആയിരിക്കണം എന്ത് പ്രവൃത്തി ആയിരിക്കണം പാർട്ട്നേഴ്സ് നടത്തുന്നത്. അങ്ങനെയുള്ള ആളെ ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ണർ എന്ന് പറയും. അതേപോലെ ദ ആക്ട് മസ്റ്റ് ഹാവ് ബീൻ ഡൺ ഇൻ ദ യൂഷ്വൽ വേ ഓഫ് ക്യാരിങ് ഓൺ ദ ഫേംസ് ബിസിനസ് സാധാരണ രീതിയിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് എന്ത് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ണർ. അതേപോലെ ദ ആക്ട് മസ്റ്റ് ബി ഡൺ ഇൻ ദ ഫേംസിന്റെ നെയിമിൽ നടത്തിക്കൊണ്ടിരിക്കണ പ്രവൃത്തിയായിരിക്കണം, അല്ലെങ്കിൽ എന്താ ഇന്റൻഷൻ ടു ബൈ ഇൻ ദ ഫേമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കണം, ബന്ധിപ്പിക്കുന്നതായിരിക്കണം. അപ്പോൾ നമ്മളിന്ന് ഇംപ്ലോയ്ഡ് അതോറിറ്റി, എക്സ്പ്രസ് അതോറിറ്റി എന്താ പറഞ്ഞു? 2 തരത്തിലുള്ള അതോറിറ്റി ഉള്ളത്. എക്സ്പ്രസ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് പാർട്ട്ണർ തമ്മിലുള്ള മ്യൂച്വൽ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഒരു എഗ്രിമെന്റും ഇല്ല, പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് സൈലന്റ് ആണ്. സാധാരണ ബിസിനസ് നടക്കുന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിന് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ എന്ന് പറയും. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമ്മൾ അതോറിറ്റി ഓഫ് ഇംപ്ലോയ്ഡ് പാർട്ട്ണറിനെ കുറിച്ച് പറഞ്ഞു. അടുത്താണ് ആക്ട് വിതിൻ ദ ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിന്റെ ഉള്ളിൽ ആൾക്ക് അതോറിറ്റിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ ഒരു പാർട്ട്ണർക്ക് ഇംപ്ലോയ്ഡ് അതോറിറ്റിയിൽ നിന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയണ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പർച്ചേസിങ് ഓൺ ബിഹാഫ് ഓഫ് ദ ഫേം ഗുഡ്സ് ഇൻ വിച്ച് ദ ഫേം ഡീൽസ് ഓർ വിച്ച് ആർ യൂസ്ഡ് ഫോർ ഫേംസ് ബിസിനസ് ഡീൽ ചെയ്യണത് ആയ കാര്യങ്ങൾ, അതേപോലെ അതിൻ്റെ ഗുഡ്സ് പർച്ചേസിങ്, ഇതൊക്കെ ഫേമിൻ്റെ സ്ഥാനത്ത്, ഒരു ബിസിനസ്സിൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു പാർട്ട്ണർക്ക് ചെയ്യാം. അടുത്ത സെല്ലിങ് ദ ഗുഡ്സ് ഓഫ് ദ ഫേമിൻ്റെ ഗുഡ്സ് എന്ത് ചെയ്യുക? സെല്ല് ചെയ്യുക ഒരു പാർട്ട്ണർക്ക്. റിസീവ് പേയ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ് ഡ്യൂ ടു ദ ഫേം ആൻഡ് ഗിവ് റെസീപ്റ്റ് ദെർഫോർ. അതായത് കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ കട എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് റിസീവ് ചെയ്യുക, അതേപോലെ അവർക്ക് റെസീപ്റ്റ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ആർക്ക് ചെയ്യാം? പാർട്ട്ണർക്ക് ചെയ്യാം. പാർട്ട്ണറിൻ്റെ അതോറിറ്റിയിൽ വരും അത്. സെറ്റിലിംഗ് അക്കൗണ്ട്സ് ഇത് തേർഡ് പാർട്ടീസ് ഡീലിംഗ് വിത്ത് ദ ഫേം. തേർഡ് പാർട്ടിയുമായിട്ടുള്ള അക്കൗണ്ട്സ് ഒക്കെ സെറ്റിൽ ചെയ്യുക. എംപ്ലോയി സർവൻസ് നെസസറി ഫോർ ക്യാരിങ് ഓൺ ദ ഫേംസ് ബിസിനസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള എംപ്ലോയീസിന് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക? അപ്പോയിന്റ് ചെയ്യുക. ബോറോയിങ് മണി ഇൻ ക്രെഡിറ്റ് ഓഫ് ദി ഫേമിന് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് പണം എന്ത് ചെയ്യുക? ബോറോ ചെയ്യുക. പ്ലെഡ്ജിങ് ഗുഡ്സ് ഓഫ് ദി ഫേം ആസ് സെക്യൂരിറ്റി ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് ലോൺസ്. അതായത് ഗുഡ്സ് ലോണ് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാധനങ്ങൾ പണയം വെക്കുക. ഇതാണ് എന്ത്? ആക്ട് വിതിൻ ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിന്റെ അതോറിറ്റിക്കുള്ളിൽ വരുന്ന കാര്യങ്ങൾ, പാർട്ട്ണർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ആൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അടുത്ത് പറയുന്നത്. ആക്ട്സ് ഔട്ട്സൈഡ് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ. സബ്മിറ്റ് ടു ആർബിട്രേഷൻ എ ഡിസ്പ്യൂട്ട് റിലേറ്റിംഗ് ടു ദ ബിസിനസ് ഓഫ് ദി ഫേം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ആർബിട്രേഷനിൽ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ആർക്കും ചെയ്യാൻ പാടില്ല, ഒരു പാർട്ട്ണർക്ക് ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം ഇൻ പാർട്ട്നേഴ്സ് ഓൺ നെയിം. ബാങ്കിന് പാർട്ട്ണറിന്റെ നെയിം പറഞ്ഞിട്ട് ഫേമിന് പകരം പാർട്ട്ണറിന്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. ഫേമിന്റെ ആളാന്ന് പറഞ്ഞിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യുക? പേഴ്സണൽ ആയിട്ട് എന്ത് ചെയ്യുക? തുടങ്ങുക. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ഫേംസ് ഇൻ പാർട്ട്നേഴ്സ് ഓൺ നെയിം. അയാളുടെ സ്വന്തം പേരിൽ കമ്പനിന്റെ പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. കോംപ്രമൈസ് അങ്ങനെ ഒന്നും ആർക്ക് ചെയ്യാൻ പാടില്ല? പാർട്ട്ണർക്ക് ചെയ്യാൻ പാടില്ല. കോംപ്രമൈസ് എനി ക്ലെയിം ഓർ പോർഷൻ ഓഫ് ദി ക്ലെയിം ബൈ ദ ഫേം. ഫേമിന്റെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്യാൻ ആർക്ക് പാടില്ല? ഒരു പാർട്ട്ണർക്ക് പാടില്ല. വിഡ്രോ എ സ്യൂട്ട് ഓർ പ്രൊസീഡിങ്സ് ഫയൽഡ് ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം. വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഫേമിന് വേണ്ടി എന്തെങ്കിലും കേസൊക്കെ ഉണ്ടെങ്കിൽ അത് വിഡ്രോ ചെയ്യാൻ പാടില്ല. അഡ്മിറ്റ് എനി ലയബിലിറ്റി ഇൻ എ സ്യൂട്ട് ഓർ പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ് ദി ഫേം. ഫേമുമായിട്ട് എന്തെങ്കിലും ലയബിലിറ്റിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പാർട്ട്ണർ ചെയ്യാൻ പാടില്ല. അത് ഫേമിൻ്റെതായിട്ടുള്ള അണ്ടറിൽ വരുന്നതാണ്. അത് പാർട്ട്ണറിന്റെ അതോറിറ്റി അല്ല. ആ ലയബിലിറ്റി തീർത്ത് കൊടുക്കാന്ന് പറയണത് ഫേമിന്റെ അണ്ടറിൽ വരുന്നതാണ്. അത് പാർട്ട്ണർ ഒറ്റക്കായിട്ട് ചെയ്യാൻ പാടില്ല. അക്വയർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം. എന്താ ഇതിന് പറയണത്? അക്വയർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം. ഫേമിന്റെ സ്ഥാനത്ത് നിന്നിട്ട് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർ ചെയ്യുക. എൻ്റർ ഇൻ ടു പാർട്ട്ണർഷിപ്പ് ഓൺ ബിഹാഫ് ഓഫ് ദി ഫേം. ഫേമിന്റെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ വേറൊരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യുക. ഇതൊക്കെ ആർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്, ഒരു പാർട്ട്ണർക്ക് ചെയ്യാൻ പാടില്ല. ആക്ട്സ് വിതിൻ ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിന്റെ പരിധിയിൽ വരുന്ന അധികാരങ്ങളും പറഞ്ഞു. അതേപോലെ ഒരു പാർട്ട്ണർ ചെയ്യാൻ പാടില്ലാത്ത അധികാരങ്ങളും പറഞ്ഞു. അതായത് കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പാർട്ട്ണറിന്റെ പേര് പറഞ്ഞിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട്, കമ്പനിന്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ക്ലെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
അത് എന്താ കോംപ്രമൈസ് ചെയ്യാൻ പാർട്ട്ണർക്ക് കഴിയില്ല, ഫേമിൻ്റെ ഇത് പറഞ്ഞിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അതേപോലെ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഫേമിൻ്റെ പേരും പറഞ്ഞിട്ട് ആൾക്ക് തീർത്തു കൊടുക്കാൻ പറ്റില്ല. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്യൂർ ചെയ്യാൻ പറ്റില്ല ഫേമിൻ്റെ സ്ഥാനത്ത് നിന്നിട്ട്. അതേപോലെ പാർട്ട്ണർഷിപ്പിൽ ഒരു ഫേമിൽ നിന്നിട്ട് വേറൊരു പാർട്ട്ണർഷിപ്പിൽ ആ ഫേമിൻ്റെ പേരും പറഞ്ഞിട്ട് വേറൊരു പാർട്ട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ 2 ടോപ്പിക്സ് ആണ്. ആക്ട് വിതിൻ ദി ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണറും ആക്ട്സ് ഔട്ട്സൈഡ് ഇംപ്ലോയ്ഡ് അതോറിറ്റി ഓഫ് എ പാർട്ട്ണറും ആണ്. അടുത്ത ടോപ്പിക്കാണ് ഇംപ്ലോയ്ഡ് അതോറിറ്റി ആൻഡ് തേർഡ് പാർട്ടി. ഇതിൽ കുറച്ച് പോയിന്റ്സ് പറയേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റെൻഷൻ ഓർ റെസ്ട്രിക്ഷൻ ഓഫ് പാർട്ട്നേഴ്സ് ഇംപ്ലോയ്ഡ് അതോറിറ്റി. പാർട്ട്നേഴ്സിൻ്റെ ഇംപ്ലോയ്ഡ് അതോറിറ്റി ആയ പാർട്ട്നേഴ്സിൻ്റെ റെസ്ട്രിക്ഷനും അതേപോലെ ഒരേ എക്സ്റ്റെൻഷനും വിപുലീകരണവും. നെക്സ്റ്റ് എഫക്റ്റ് ഓഫ് അഡ്മിഷൻ ബൈ എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നതിലുള്ള എഫക്റ്റ് എന്തൊക്കെയാണെന്നുള്ളത്. എഫക്റ്റ് ഓഫ് നോട്ടീസ് ടു ആൻ ആക്ടിംഗ് പാർട്ട്ണർ. ആക്ടിംഗ് പാർട്ട്ണർക്ക് കൊടുക്കുന്ന നോട്ടീസിൻ്റെ എഫക്റ്റ്. ലയബിലിറ്റി ഓഫ് പാർട്ട്നേഴ്സ് ആക്ട് ഓഫ് ദി ഫേം. ഫേമിലുള്ള പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി. അതേപോലെ ലയബിലിറ്റി ഫോർ റോങ്ഫുൾ ആക്ട് ഓഫ് എ പാർട്ട്ണർ. തെറ്റായ പ്രവൃത്തി കാരണമുള്ള അങ്ങനെ ചെയ്ത പാർട്ട്ണറിൻ്റെ ലയബിലിറ്റി ഓഫ് ഫേം ഫോർ മിസ്അപ്ലിക്കേഷൻ ബൈ പാർട്ട്നേഴ്സ്. ലയബിലിറ്റി ഫേമിൻ്റെ അതായത് പാർട്ട്നേഴ്സിൻ്റെ മിസ്അപ്ലിക്കേഷൻ കാരണം കൊണ്ടുള്ള ഫേമിൻ്റെ ലയബിലിറ്റി. ഇതൊക്കെയാണ് ഇംപ്ലോയ്ഡ് അതോറിറ്റി ആൻഡ് തേർഡ് പാർട്ടീസിൽ പറയുന്നത്. അടുത്താണ് പൊസിഷൻ ഓഫ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നമുക്കിതിൽ ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. പൊസിഷൻ ഓഫ് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സ്. ഒരു കമ്പനിക്ക് വരുന്നതും പോകുന്നതുമായിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ പൊസിഷൻ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പുതിയ പാർട്ട്ണറെ ഒരു കമ്പനിക്ക് കൊണ്ടുവരുമ്പോൾ, ഒരു പാർട്ട്ണർഷിപ്പിക്ക് കൊണ്ടുവരുമ്പോൾ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. എ പേഴ്സൺ cannot be admitted as a partner in an existing firm without the consent of all other partners. മറ്റു പാർട്ട്നേഴ്സിൻ്റെ കൺസെൻറ്റ് ഇല്ലാതെ ഒരു പാർട്ട്ണറെ കമ്പനിക്ക് എന്ത് ചെയ്യാൻ ഫേമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. An incoming partner is not liable for any debt of the firm incurred before his admission of a partner. ഒരു പുതിയൊരു പാർട്ട്ണർ വന്നാൽ അതിന് മുമ്പ് ഉണ്ടായിരുന്ന ലയബിലിറ്റീസിനൊന്നും ഈ പുതിയ പാർട്ട്ണർ എന്തല്ല, ലയബിൾ അല്ല. His liability is limited only to those acts of the firm which are done after he becomes a partner. അയാൾക്ക് ലയബിലിറ്റി ഉണ്ടാകുക എപ്പോഴാണ്? അയാളൊരു പാർട്ട്ണർ ആയതിനു ശേഷം കമ്പനിയിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ അയാൾ ലയബിൾ ആവുള്ളൂ. അടുത്താണ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ കമ്പനിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുക. അങ്ങനെ കേസ് എങ്ങനെയായിരിക്കും? എനി പാർട്ട്ണർ മേ റിട്ടയർ ഫ്രം ദ ഫേം ഇൻ എനി ഓഫ് ദി ഫോളോയിങ് വേസ്. താഴെ പറഞ്ഞ ഏതെങ്കിലും രീതിയിലൂടെ ആണ് ഒരു പാർട്ട്ണർ ഒരു ഫേമിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോകുക. വിത്ത് ദ കൺസെന്റ് ഓഫ് ഓൾ അതർ പാർട്ട്നേഴ്സ്. മറ്റുള്ള പാർട്ട്നേഴ്സിന്റെ കൺസെന്റോട് കൂടെ ഉള്ള റിട്ടയർമെന്റ്. രണ്ടാമത്തത് ഇൻ അക്കോർഡിംഗ്സ് വിത്ത് പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരമുള്ള റിട്ടയർമെന്റ്. അതായത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടുള്ള പോലെ. where the partnership is at will by giving notice in writing to all other partners of his intention to retire. ഇനി പാർട്ട്ണർഷിപ്പ് ആയിട്ട് വില്ല എന്താണ് നമ്മൾ പറഞ്ഞു, അതായത് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് റിട്ടയർ ചെയ്യാം. അങ്ങനെ റിട്ടയർ ചെയ്യണത് ഒരു നോട്ടീസ് കൊടുത്തിട്ട് റിട്ടയർ ചെയ്യണതാണ് പറയുന്നത്. അപ്പം 3 രീതിയിൽ ആൾക്ക് എന്ത് ചെയ്യാം, റിട്ടയർ ചെയ്യാം. നെക്സ്റ്റ് ആളെ ലയബിലിറ്റിയാണ് പറയണത്. ലയബിലിറ്റിയിൽ എന്തൊക്കെയാണ്? എ റിട്ടയറിംഗ് പാർട്ട്ണർ കണ്ടിന്യൂസ് ടു റിമെയിൻ ലയബിൾ ഫോർ ഓൾ ദ ആക്ട് ഓഫ് ദ ഫേം ഡൺ ബിഫോർ ഹിസ് റിട്ടയർമെന്റ് ഓർ ആക്ട്സ് പെൻഡിങ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് റിട്ടയർമെന്റ്. അയാൾക്കുള്ള ലയബിലിറ്റി എങ്ങനെയാണ്? അയാൾ ആ കമ്പനിയിൽ റിട്ടയർ ആവുന്നത് വരെയുള്ള കാര്യങ്ങൾക്കും അതേപോലെ തന്നെ എന്തൊക്കെ ആക്റ്റാണ് പെൻഡിങ്ങിലുള്ളത്, അയാൾ റിട്ടയർ ആവുന്നത് വരെയുള്ള ആക്ട് എന്തൊക്കെ പെൻഡിങ്ങിലുണ്ടോ, അതുവരെ നടന്നത് എന്തൊക്കെയാണോ ആ കാര്യങ്ങൾക്കൊക്കെ ഈ റിട്ടയർ ചെയ്ത പാർട്ട്ണർ ലയബിൾ ആണ്. പിന്നെ ഒരു എക്സാമ്പിൾ അല്ല, ദ റിട്ടയറിംഗ് പാർട്ട്ണർ കണ്ടിന്യൂസ് ടു ബി ലയബിൾ ടു തേർഡ് പാർട്ടീസ് ഫോർ എനി ആക്ട് ഡൺ ബൈ എനി പാർട്ട്നേഴ്സ് ഈവൻ ആഫ്റ്റർ ഹിസ് റിട്ടയർമെന്റ് വിച്ച് വുഡ് ഹാവ് ബീൻ ആക്ട് ഓഫ് ദി ഫേം ഇഫ് ഡൺ ബിഫോർ ഹിസ് റിട്ടയർമെന്റ്. ഈ സെയിം പറഞ്ഞ പോലെ തന്നെയാണ്, അത് റിട്ടയർ ചെയ്യണത് വരെ എന്തൊക്കെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ആക്ട് പെൻഡിങ്ങിലുണ്ടോ അതിനൊക്കെ ആൾ ലയബിൾ ആണെന്നാണ് പറയുന്നത്. റിട്ടയർമെന്റ് ചെയ്യണ പാർട്ട്ണർ ലയബിൾ ആണ്. അടുത്ത അതിൻ്റെ റൈറ്റ്സാ പറയുന്നത്. ഹി ക്യാൻ ക്യാരി ബിസിനസ് കോമ്പീറ്റിംഗ് വിത്ത് ദാറ്റ് ഓഫ് ദ ഫേം ആൻഡ് മേ അഡ്വർടൈസ് സച്ച് ബിസിനസ്. ആൾക്ക് ബിസിനസ് കോമ്പീറ്റിംഗ് രീതിയിൽ ബിസിനസ്സിനെ കൊണ്ടുപോവുകയും ചെയ്യാം, അതേപോലെ അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കുകയും ചെയ്യാം. ഇഫ് ദർ ഈസ് നോ ഫൈനൽ സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ബിറ്റ്വീൻ ദി റിട്ടയറിംഗ് പാർട്ട്ണർ ആൻഡ് ദ റിമൈനിങ് പാർട്ട്നേഴ്സ്. റിട്ടയറിംഗ് പാർട്ട്ണർ റിമൈനിങ് പാർട്ട്ണർ തമ്മിൽ ഒരു സെറ്റിൽമെന്റ് ഓഫ് അക്കൗണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ ആൻഡ് ദേ കണ്ടിന്യൂ ടു ക്യാരി ഓൺ ബിസിനസ് വിത്ത് ദ പ്രോപ്പർട്ടി ഓഫ് ദി ഫേം. ആൾക്ക് ആ പ്രോപ്പർട്ടി ഓഫ് ദി ഫേം വെച്ചിട്ട് ബിസിനസ് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് പോകാം. ദ റിട്ടയറിംഗ് പാർട്ട്ണർ എൻഡേറ്റ് ടു ക്ലെയിം. റിട്ടയറിംഗ് പാർട്ട്ണർക്ക് ക്ലെയിം എന്ത് ചെയ്യും, എൻഡേറ്റിൽ ചെയ്യും, ആൾക്ക് കിട്ടുന്ന പറയണത്. അപ്പം നമ്മൾ ഇതിൽ 2 എണ്ണം പറഞ്ഞു. ഒന്ന് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ, ഒരു പുതിയ പാർട്ണർ അഡ്മിറ്റ് ചെയ്യണ കാര്യം, അതേപോലെ റിട്ടയറിംഗ് പാർട്ണർ, ഒരു ഉള്ള പാർട്ണർ റിട്ടയർ ചെയ്ത് പോകുന്ന കാര്യം.
ഓക്കെ, അടുത്തൊരു രീതിയാണ് എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണറിനെ പുറത്താക്കണത്. എ പാർട്ട്ണർ കാനോട്ട് ബി എക്സ്പെൽഡ് ഫ്രം ദ പാർട്ട്ണർഷിപ്പ്. ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്ന് പാർട്ട്ണറിനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്താക്കാൻ പറ്റില്ല. ദ എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ ഈസ് പോസിബിൾ ഇഫ് ഫോളോയിങ് 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. താഴെ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു പാർട്ട്ണറിനെ കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ സാധിക്കുള്ളൂ. എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. ദ പവർ ടു എക്സ്പെൽ എ പാർട്ട്ണർ ഈസ് അവൈലബിൾ ബൈ ആൻ എക്സ്പ്രസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ദി പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ ഒരു എക്സ്പ്രസ് എഗ്രിമെന്റ്, പുറത്താക്കുന്ന ഒരു എഗ്രിമെന്റ് വെക്കണം. അത് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, പവർ ടു എക്സ്പെൽ, പുറത്താക്കാനുള്ള പവർ ഉണ്ടാവുക. ദ പവർ ഹാസ് ബീൻ എക്സസൈസ്ഡ് ബൈ എ മെജോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ്. കൂടുതൽ പാർട്ട്നേഴ്സ് എന്താ പവറിനെ എക്സസൈസ് ചെയ്യും. ദ പവർ ഹാസ് ബീൻ എക്സസൈസ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആൻഡ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദി ഫേം. ഫേമിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട്, അതേപോലെ ഫേമിൻ്റെ ഗുഡ് ഫെയ്ത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യാം. അതേപോലെ തന്നെ കൂടുതൽ പാർട്ട്നേഴ്സ് ഒരു പാർട്ട്ണർക്കെതിരെ നിന്നിട്ട് അങ്ങനെ നമുക്കൊരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യാം. പിന്നെ എന്താ എക്സ്പ്രസ് എഗ്രിമെന്റ് വഴി നമുക്കൊരു പാർട്ട്ണറെ എക്സ്പെൽ ചെയ്യാം. അങ്ങനെ 3 വഴിയിലൂടെയാണ് ഒരു പാർട്ട്ണറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കമ്പനിയിൽ നിന്നും പുറത്താക്കാൻ പറ്റുക. അടുത്ത ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ. ഇൻസോൾവൻസി പറഞ്ഞാൽ എന്താണ്, പാപ്പരത്വം. ഒരാൾ പാപ്പരായാൽ എന്നില്ലിക്ക പറയുന്നത്. വേറെ എ പാർട്ട്ണർ ഓഫ് എ ഫേം ഈസ് ഡിക്ലയർഡ് ഇൻസോൾവെന്റ് ബൈ എ കോർട്ട് ഓഫ് കോമ്പറ്റന്റ് ജൂറിസ്ഡിക്ഷൻ. ഈ സീസസ് ടു ബി എ പാർട്ട്ണർ ഇൻ ദ ഫേം ഓൺ ദ ഡേറ്റ് ഓൺ വിച്ച് ദ ഓർഡർ ഓഫ് അഡ്ജുഡിക്കേഷൻ ഈസ് മെയ്ഡ്. ഇവിടെ എങ്ങനെയാണ്, കോർട്ട് തന്നെ ആൾ ഇൻസോൾവെന്റ് ആണ് എന്നുള്ളത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആൾ എന്ത് ചെയ്യാണ്, ഒരു ഓർഡർ ഓഫ് അഡ്ജുഡിക്കേഷൻ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അതാണ് ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്. അങ്ങനെ ആൾക്ക് കമ്പനിയിൽ നിന്നും പുറത്തു പോകാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ഫേം ഈസ് ഡിസോൾവ് വെൻ എ പാർട്ട്ണർ ഈസ് ഡിക്ലെയർഡ് ഇൻസോൾവെന്റ്. ഒരു പാർട്ട്ണർ ഇൻസോൾവെന്റ് ആയതുകൊണ്ട് കമ്പനി നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ഡിസോൾവ് ചെയ്യണമെന്നില്ല, ക്ലോസ് ചെയ്യണമെന്നില്ല, ഇല്ല. കമ്പനി നമുക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാം. അടുത്താണ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. ഒരു പാർട്ട്ണർ മരിക്കുകയാണെങ്കിൽ ദ ഫേം ഈസ് ഡിസോൾവ്ഡ് ഓൺ ദ ഡെത്ത് ഓഫ് എനി ഓഫ് ഇറ്റ്സ് പാർട്ട്നേഴ്സ്. ഏതിലൊരു പാർട്ട്ണറിന്റെ മരണ കാരണം നമുക്ക് ഫേമിനെ എന്ത് ചെയ്യാം, ഡിസോൾവ് ചെയ്യാൻ കഴിയും. ദ പാർട്ട്ണർഷിപ്പ് കോൺട്രാക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ഓൺ ദ ഡെത്ത് ഓഫ് എനി പാർട്ട്ണർ ദ ഫേം വിൽ നോട്ട് ബി ഡിസോൾവ്ഡ്. ദ റിമൈനിങ് പാർട്ട്നേഴ്സ് ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ ഫേംസ് ബിസിനസ്. അതായത് പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആള് മരിച്ചാൽ ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം, ആളെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ആ ഫേം എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാന്നാണ് പറയണത്. എന്ത് പറയണം, ഒരു എഗ്രിമെന്റിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പാർട്ട്ണർഷിപ്പ് കോൺട്രാക്റ്റിൽ അവരെന്ത് ചെയ്യണം, അങ്ങനെ ഒരാൾ മരിച്ചാൽ ബാക്കിയുള്ളവർക്ക് ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളൊരു ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ കേസ് ബാധകമാകാം. വേറൊരു സംഭവം അതിൽ പറയുകയാണെങ്കിൽ, ഇത് എസ്റ്റേറ്റ് ഓഫ് എ ഡിസീസ്ഡ് പാർട്ട്ണർ ക്യാൻ ബി ഹെൽഡ് ലയബിൾ ഓൺലി ഫോർ ദ ആക്ട്സ് ഓഫ് ദ ഫേം വിച്ച് വർ ഡൺ ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ഡിസീസ്ഡ് പാർട്ട്ണർ. അതായത് അയാളുടെ സ്ഥലങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്താവില്ല, ലേബിൾ ആവില്ല എന്ന് പറയാം. അയാൾ ചെയ്ത പ്രവർത്തികൾക്ക് മാത്രമേ അയാൾ പ്രോപ്പർട്ടി എന്താവുള്ളൂ, ലേബിൾ ആവുള്ളൂ. ഈ ഡെത്ത് ഓഫ് ദി പാർട്ട്ണറിന്റെ പ്രോപ്പർട്ടി ലേബിൾ ആവുള്ളൂ. അടുത്താണ് ട്രാൻസ്ഫർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്. പാർട്ട്നേഴ്സിന്റെ ഇൻട്രസ്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യാം. എ പാർട്ട്നേഴ്സ് ഹാസ് ബീൻ ദ റൈറ്റ് ടു ട്രാൻസ്ഫർ ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ദ ഫേം ഫുള്ളി ഓർ പാർഷ്യലി ടു എ തേർഡ് പേഴ്സൺ. ഒരു പാർട്ട്ണർക്ക് അയാളെ ഇൻട്രസ്റ്റ് ഫുള്ളി ആയിട്ട് പാർഷ്യലി ആയിട്ട് ഒരു തേർഡ് പേഴ്സണിന് ട്രാൻസ്ഫർ ചെയ്യാം. ബട്ട് സച്ച് എ പേഴ്സൺ ഇസ് നോട്ട് ട്രീറ്റഡ് ആസ് എ പാർട്ട്ണർ. അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത ആളെ ഒരു പാർട്ട്ണറായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നില്ല. Neither he can take part in the conduct of business of the firm and not inspect his account books. അയാൾക്ക് ബിസിനസ്സിൽ പങ്കെടുക്കാൻ കഴിയും, പക്ഷെ അയാൾ അക്കൗണ്ട് ബുക്സ് ഒന്നും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെക്ക് ചെയ്യാൻ പറ്റില്ല. No partner can transfer his interest in the firm with the intention of making him a partner in the firm without the consent of other partners. മറ്റു പാർട്ട്നേഴ്സിന്റെ കൺസെന്റ് ഇല്ലാതെ ഒരു പാർട്ട്ണർക്കും വേറൊരാളെ കമ്പനിക്ക്, ഒരു ഫേമുക്ക് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയൂല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പാർട്ട്ണറിനെ അഡ്മിറ്റ്, ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പാർട്ട്നേഴ്സിനെ പൊസിഷനാണ് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, റിട്ടയർമെന്റ് ഓഫ് എ പാർട്ട്ണർ, എക്സ്പെൽഷൻ ഓഫ് എ പാർട്ട്ണർ, ഇൻസോൾവൻസി ഓഫ് എ പാർട്ട്ണർ, ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ട്രാൻസ്ഫർ ഓഫ് പാർട്ട്നേഴ്സ് ഇൻട്രസ്റ്റ്. ഇങ്ങനെയാണ് കമ്പനിക്ക് പുതിയ ആൾ വരുന്നതും ഉള്ളവർ പോകുന്ന രീതിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതോടെ ഈ ചാപ്റ്റർ എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എടുത്തിരുന്ന ചാപ്റ്റർ യൂണിറ്റ് 13 റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്നേഴ്സ് ആണ് നമ്മൾ എടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാവുന്നതാണ്.